ഈ സ്വാനുഭവം ഉണ്ടാക്കാനുള്ള പദ്ധതികൾക്ക് വിഘ്നമാണല്ലോ പല ആചാരങ്ങളും കാർക്കശ്യങ്ങളും. പ്രത്യേകിച്ചും മതങ്ങൾ കുറ്റം പറയുന്നത്, മതങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളുമായാണ് മനുഷ്യനെ സമീപിക്കുന്നത്. അതായത് തനിക്ക് ഈ രീതിയിലുള്ള ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള ആരാധനയോടുകൂടി ആരാധിക്കുകയാണെങ്കിൽ തനിക്ക് ഇഹലോക സുഖം ലഭിക്കും, സമ്പത്ത് ലഭിക്കും, ഐശ്വര്യം ലഭിക്കും. മാത്രവുമല്ല പരലോകത്തിലും സുഖവും ഐശ്വര്യവും എല്ലാം ലഭിക്കും. ഈ തരത്തിലുള്ളൊരു വാഗ്ദാനവുമായാണല്ലോ മിക്ക മതങ്ങളും, സെമിറ്റിക് മതങ്ങൾ മാത്രമല്ല ഭാരതീയ മതങ്ങൾ പോലും ഒരു പൗരനെ സമീപിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു സമീപനത്തിൻ്റെ ആവശ്യം? മതങ്ങൾ ആരെയും സമീപിക്കുന്നില്ല, മതങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് സമീപിക്കുന്നത്. ഈ കൈകാര്യം ചെയ്യുന്നവരിൽ വന്നിരിക്കുന്ന അബദ്ധമാണ്. നല്ല കത്രിക ഉപയോഗിച്ചിട്ട് തന്നെയാണ് സർജറി നടത്തുക. അതേ കത്രിക ഉപയോഗിച്ചിട്ടാണ് മുടി വെട്ടുന്നത്. അതേ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ കുത്തി വീഴ്ത്തുകയും ചെയ്യാം. പ്രയോഗിക്കുന്ന വ്യക്തികളിലുണ്ടാകുന്ന കുഴപ്പം മൊത്തം ആന്തരിക സന്ദേശങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ പറ്റുന്ന അബദ്ധമാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം. വേദങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ബൈബിളും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് വേദങ്ങളും വചനങ്ങളില്ലാതെ അല്ലെങ്കിൽ വരയില്ലാതെ ആശയവിനിമയം നടത്താമല്ലോ, സ്വീകരിക്കാമല്ലോ, മനസ്സിലാക്കാമല്ലോ. ചിതാകാശത്തിൽ നടക്കുന്ന സ്വാനുഭവമാണല്ലോ യഥാർത്ഥത്തിൽ ദിഷണാപരമായ ഉയർച്ചയുടെ മാനദണ്ഡം. ഇത് ഓരോ വ്യക്തിക്കും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമല്ലോ. എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പദ്ധതിയിലേക്ക് സാധാരണ ജനത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ താങ്കളെപ്പോലുള്ളവർ ശ്രമിക്കാത്തത്? ലോകത്തിൽ രണ്ട് തരം സത്യമുണ്ട്. ഒന്ന് പാരമാർത്ഥിക സത്യം, രണ്ട് വ്യാവഹാരിക സത്യം. 99.99% ജനങ്ങളും വ്യാവഹാരിക സത്യത്തിലാണ് ജീവിക്കുന്നത്. വ്യാവഹാരിക സത്യത്തിൽ ജീവിക്കുന്നവർക്ക് വ്യാവഹാരിക യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളൊരു ഹോട്ടലിൽ ചെന്ന് അപ്പവും പുട്ടും കടലയും കഴിച്ചതിന് ശേഷം പുറത്ത് വന്ന് അടുത്ത് അഹം ബ്രഹ്മാസ്മി പറഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അയാളും പറയും അഹം ആൾസോ ബ്രഹ്മാസ്മി, പൈസ എടുക്കാൻ പറയും. അപ്പോൾ അവിടെ വ്യാവഹാരിക സത്യമാണ്, പാരമാർത്ഥിക സത്യമല്ല. പിന്നെ വരകളില്ലാതെ സന്ദേശം കൊടുക്കാൻ സാധ്യമല്ല. മനോമേ വാചി പ്രതിഷ്ഠിത, വാചുമേ മനോപ്രതിഷ്ഠിത. മനസ്സും വാക്കും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ചോദ്യങ്ങളായിട്ടല്ലാതെ എൻ്റെ അടുത്ത് എങ്ങനെയാ പറയാം? സാധാരണ ലെവലിൽ നിൽക്കുന്നവർക്ക് അവിടം വരെ എത്ര എത്താം? അതിനപ്പുറം കിടന്നവന് ന മന്ത്രം, ന തന്ത്രം, ന ധ്യാനം, ന ശയനം, ന യജ്ഞോപവിധം, ന ദണ്ഡം, ന ശിഖ, ന കമണ്ഡലം ഒന്നും വേണ്ട. അവിടെ എത്തിയവർ എത്ര പേരുണ്ട്? നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. എത്താനുള്ള വാഞ്ചയുണ്ടെന്നുള്ളത് സത്യം തന്നെയല്ലേ? ആ വാഞ്ചയെ പരിപോഷിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? അത് പരിപോഷിപ്പിക്കുമ്പോൾ പോലും കൊടുക്കുന്ന ആളുടെയും എടുക്കുന്ന ആളുടെയും നിലവാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. എടുക്കുന്ന വ്യക്തികൾ മുഴുവനും LKG ലെവലും കൊടുക്കുന്ന വ്യക്തികളൊക്കെ MA ലെവലുമാണെങ്കിൽ എങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കും? എങ്കിലും അവരെ ഔദ്ധത്യം നമ്മുടെ ലക്ഷ്യം തന്നെയല്ലേ? ഔദ്ധത്യത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടതില്ല. അത് സ്വായത്തമാണ്, സ്വയംകൃതമാണ്, ആദ്യമേ ഉള്ളതാണ്, കണ്ടെത്തുകയേ വേണ്ടൂ എന്നുള്ളതാണല്ലോ സത്യം. നിങ്ങളുടെ കയ്യിൽ കേബിൾ TV ഉണ്ട്. നിങ്ങൾ ഇവിടം വരെ വന്ന് ചെളാരിയിൽ വന്നിട്ട് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രഭാഷണത്തിൽ വരുന്ന ഗോപാലകൃഷ്ണനെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് ഈ പ്രോഗ്രാം നടത്തി. നാളെ ഒരു മോഹൻലാൽ ഇവിടെ വന്നാൽ നിങ്ങൾ ഇതേപോലെ ഇൻ്റർവ്യൂവിന് പോവില്ലേ? ഓ, അതേപോലെ തന്നെ ഏറ്റവും കൈക്കൂലി വാങ്ങിക്കുന്ന ഒരാൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അയാളെയും ഇൻ്റർവ്യൂ നടത്തണമെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോവില്ലേ? അപ്പം നിങ്ങൾക്ക് കേബിൾ TVയിലൂടെ കാര്യങ്ങൾ കാണിക്കുക, അവതരിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഭാഗമാണ്, വ്യാവഹാരിക കർമ്മത്തിൻ്റെ ഭാഗം. മനുഷ്യനെല്ലാം അതിൽ അല്ല. കാര്യതേഷു അവശകർമ്മ സർവം പ്രകൃതി. യു ആർ ഓൾ എൻട്രാപ്ഡ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനകത്ത് എൻട്രാപ്പിലായിരിക്കുന്നിടത്തോളം കാലം ബുച്ചർ ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇറച്ചി കട്ട് ചെയ്യില്ലെന്ന് പറയാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ വയറ് വിശക്കും, സാലറി ആര് തരും? അപ്പം അതുകൊണ്ട് സാലറിയിലുള്ള വാഞ്ച, ഞാൻ ജനിച്ചു പോയതിനാൽ ഞാനിവിടെ ജീവിച്ചു തന്നെ ഇരിക്കും എന്നുള്ള ബോധമില്ലായ്മയല്ലേ ഈ കർമ്മത്തിനോടുള്ള ഈ ബന്ധം ഉണ്ടാവാൻ അല്ലെങ്കിൽ കെട്ട് ഉണ്ടാവാൻ കാരണം? അല്ല, അങ്ങ് ജനിച്ച സമയത്ത് അങ്ങക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഈ ജനിച്ച സമയത്ത് ഡ്രസ്സില്ലാത്ത ഞാൻ അതേപോലെ നടന്നാൽ പോരെ എന്ന് അങ്ങ് ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. എന്താ കാരണം? എനിക്ക് ഈ വസ്ത്രം ആവശ്യമില്ലെന്ന ബോധം യഥാർത്ഥത്തിൽ അങ്കുരിച്ചതിന് ശേഷം പോലും എനിക്ക് വസ്ത്രം ധരിക്കാമല്ലോ. അങ്ങക്ക് ആ ബോധം മാത്രം ഉണ്ടാവുകയും വസ്ത്രം ധരിക്കുകയും അങ്ങ് ചെയ്യുന്നു എങ്കിൽ ബോധം ഒരു തരത്തിലും പ്രാവർത്തികം വേറൊരു തരത്തിലും അല്ലേ? അത് വൈരുദ്ധ്യമല്ലേ? വ്യാവഹാരിക സത്യത്തിൻ്റെ ആചരണം തീർച്ചയായും മുഴുവനായും ഈ ജന്മത്തിൽ തന്നെ കളയണമെന്നുണ്ടോ? ഈ ജന്മവും മറ്റുള്ളതൊന്നും വ്യാവഹാരിക പാരമാർത്ഥിക സത്യത്തിൽ ചർച്ചാ വിഷയമേ ആവില്ല. നമ്മളിപ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കുന്നത് മാത്രം വിചാരിച്ചാൽ മതി. അടുത്ത ജന്മത്തെക്കുറിച്ച് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിന്താധാരകൾ മൊത്തം മാറും. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നു. ഇത് നിങ്ങളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതാണ്. ഒരു കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നേ മതിയാവും. ജനഗണമനയോട് താല്പര്യമില്ലെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തേ മതിയാവും. അല്ലല്ല, ഞാൻ അതല്ല താല്പര്യമില്ലെങ്കിലും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ
കുറേ സാമൂഹിക നിയമങ്ങളുണ്ട്, വസ്തുതകളുണ്ട്. അതെന്ത് ബോധമുണ്ടായി എങ്കിലും ബോധതലം ഒന്ന്, പ്രാവർത്തിക തലം മറ്റൊന്ന്. അതുകൊണ്ട് ഇത് രണ്ടും കൂടിയുള്ള യാഥാർത്ഥ്യം വിലയിരുത്തിയിട്ടാണ് നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുക. നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. വീണ്ടും ഞാൻ താങ്കളുടെ പ്രഭാഷണത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. മന്ത്രങ്ങളുടെ ആവർത്തനം അല്ലെങ്കിൽ ചൊല്ലലിൽ അങ്ങ് പറഞ്ഞല്ലോ സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് അനുഭവത്തിൽ അറിയാൻ സാധിക്കുമോ? ഇതില്ലാത്തൊരവസ്ഥയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കത് ഉള്ള അവസ്ഥയാണെന്ന് അനുഭവത്തിൽ വരാൻ താങ്കൾ എന്താണ് എനിക്ക് പറഞ്ഞു തരാൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഗുളിക കയ്യിലെടുത്ത് അതിൻ്റെ പുറത്ത് കൈവച്ചിട്ട് ഒരു നല്ല മന്ത്രം ഞാൻ ചൊല്ലിയിട്ട് വലത്തെ കയ്യിലെടുത്തിട്ട് ഒരു രോഗിക്ക് കൊടുത്ത് പറയുകയാണ്, നല്ല രീതിയിൽ ഉജ്ജ്വലമായിട്ട് മന്ത്രം എഫക്റ്റ് ചെയ്തൊരു ഗുളികയാണ്, ഇത് നിങ്ങൾ കഴിക്കുക. ഈ എൻ്റെ വാക്കുകൾ ആ മനുഷ്യനിലുണ്ടാവുന്ന എഫക്റ്റ് തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുകയാണ്. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി രാമമൂർത്തി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ന്യൂറോളജിക്കൽ കൺസൾട്ടൻറ്റ്, അപ്പോളോ ഹോസ്പിറ്റൽ. ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ CSIR ഇറക്കുന്ന പത്രത്തിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ പോയാൽ ഈ ക്യൂറേറ്റീവ് എഫക്റ്റ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, ഇതെല്ലാം ലഭിക്കുന്നതിന് ക്യാൻസർ ഹോസ്പിറ്റലിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രാവർത്തികമാണ്. ഇവിടെ നമ്മൾ ധരിച്ചിരുന്ന രീതിയിൽ അത് മതത്തിൻ്റെ പ്രോഡക്റ്റാണെന്ന് ധരിക്കാണ്ടിരുന്നാൽ മതി. മതത്തിൻ്റെയോ ആത്മീയതയുടെ ഒന്നുമാണെന്ന് ധരിക്കാതെ ഇന്നത്തെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നതാണെന്ന ഓപ്പൺ മൈൻഡോട് കൂടി പോയാൽ വളരെയധികം എഫക്റ്റ് ഏതിൽ നിന്നുണ്ടാക്കാം. ഇമോഷൻസിൻ്റെ ഹോർമോൺ മീഡിയേറ്റഡ് ഇമോഷൻസ്, കെമിക്കൽ മീഡിയേറ്റഡ് ഇമോഷൻസ്, വീണ്ടും നമ്മൾ ഭൗതികത്തിലേക്ക് കടക്കുന്നു. യഥാർത്ഥത്തിൽ ആത്മീയത്തിൽ ഈ ഇമോഷൻസ് അല്ല ആവശ്യമാണ്, ഇങ്ങനെയല്ല ഉണ്ടാകുന്നതും. കെമിക്കലിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ കൊണ്ടോ മീഡിയേറ്റഡ് അല്ല എങ്കിൽ പോലും ശരീരശാസ്ത്രം പഠിച്ച ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഒരു ഭൗതിക കാരണം അതിന് കണ്ടെത്തിയെന്ന് എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കാര്യത്തിൻ്റെയും ഇന്നുവരെ അറിയാത്തതായ ഏടുകൾ തുറന്ന് അതിൻ്റെ പുതിയ പുതിയ പ്രയോജനങ്ങൾ കണ്ടുപിടിക്കുകയാണ് മാനവരാശി ഡിസ്കവർ എന്ന വാക്കിലൂടെ നടക്കുന്നത്. കവർ മാറ്റുക, ഡിസ്കവർ. അപ്പോൾ ആ ഒരു വരിയാണ് ഈവൺ ഈശാവാസ്യോപനിഷത്തിൽ ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു. ആ സ്വർണ്ണ നിറത്തിലുള്ള കവർ മാറ്റിക്കഴിഞ്ഞാൽ ആത്യന്തിക സത്യം, ആത്മീയതയ്ക്ക് വേണ്ടി നിലനിൽക്കുകയല്ല, ഭൗതികത്തിന് വേണ്ടി ആത്മീയത നിലനിൽക്കുന്നത്. ധർമ്മ അർത്ഥ കാമ മോക്ഷം. ആത്മീയതയിലൂടെ, പാട്ടിലൂടെ, സംഗീതത്തിലൂടെ, ചികിത്സയിലൂടെ, ഭക്ഷണത്തിലൂടെ, നൃത്യങ്ങളിലൂടെ, വരികളിലൂടെ, ഔഷധത്തിലൂടെ മാനവരാശിക്ക് നന്മകൾ നൽകാൻ സാധിക്കുമെങ്കിൽ ഏത് തരത്തിലാണെങ്കിലും അത് സ്വീകരിക്കാം. അതെ, ശരി തന്നെ. ഈശ്വരൻ ഉണ്ടായതല്ല, ഉണ്മയാണ്. ആ ഉണ്മ തന്നെയാണ് ഞാനും സാറും. എങ്കിൽ പിന്നെ എന്തിനാണ് ഈ വക അനുഷ്ഠാനങ്ങളുടെ ആവശ്യം? അനുഷ്ഠാനങ്ങളുടെ ബന്ധനത്തിൽ നമുക്ക് വിമുക്തമായിക്കൂടെ? അനുഷ്ഠാനങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുക്തമാകാൻ യോഗ്യത എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടുക. ഈ യോഗ്യത എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ചെകിടത്ത് ഞാൻ ഒന്നടിച്ചതിന് ശേഷം സോറി പറഞ്ഞ് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാവും? അതെൻ്റെ മാനസിക തലത്തിനനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മാനസിക തലം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഈ ശരീരം നശ്വരമാണ്, ഇയാൾ അടിച്ചാലൊന്നും എനിക്കൊന്നും ആവില്ലെന്ന് തോന്നിയ ലെവലിൽ എത്തി നിൽക്കുന്നവരാണോ അപ്പുറത്ത്, അവരും ആ ലെവലെത്തിയാൽ ഈ ചട്ടക്കൂടിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടാം. ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ള അങ്ങയുടെ വെളിപ്പെടുത്തൽ തന്നെ ഇത് ശ്രവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ ലെവലിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിക്കൂടുന്നില്ല. അതിനാൽ ഇനി ആ തലത്തിലുള്ള ചിന്തകളല്ലേ അങ്ങ് പ്രചരിപ്പിക്കേണ്ടത്? ആ തരത്തിലുള്ള ചിന്തകൾ കേൾക്കാൻ യോഗ്യതയുള്ളവരാണ് മുമ്പിലിരിക്കുന്നതെങ്കിൽ അവർക്ക് ആ തരത്തിലുള്ളതാണ് കൊടുക്കുക. ഒരു അണ്ടർ എസ്റ്റിമേഷന് സ്ഥാനമുണ്ടോ? ഒരിക്കലും. ഇപ്പോൾ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഫിലോസഫി പറഞ്ഞാൽ ഏൽക്കില്ല. MBA ക്ലാസ്സിൽ അന്ന് നിങ്ങൾ വന്നതാണ്. അവിടെ വേണ്ടത് വേറൊരു സബ്ജക്റ്റാണ്. ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മീറ്റിങ്ങിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവർക്ക് വേണ്ടത് ക്ഷേത്രത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റി അതിൻ്റെ സയൻറ്റിഫിക് ഇത് കൊടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ജ്യോതിഷത്തെക്കുറിച്ചിട്ടാണ് എൻ്റെ ക്ലാസ്. ആ ജ്യോതിഷം എങ്ങനെ തെറ്റായ രീതിയിലല്ലാതെ പ്രയോഗിക്കാം എന്നുള്ളതാണ്. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഞാൻ വെജിറ്റബിൾ വിൽക്കുന്നതിൻ്റെ നിയമം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ബാർബർ ഷോപ്പിൽ ചെന്ന് പറയേണ്ട നിയമങ്ങൾ വേറെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ദേശകാല പരിച്ഛിന്ന, ദേശവും കാലവും നോക്കിയിട്ടാണ് അവരവർക്ക് ആവശ്യമായി. ഈ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥയുടെയും ബന്ധനത്തിൽ നിന്ന് വിമുക്തമാകുന്നത് പിന്നെ എങ്ങനെയാണ്? ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥയുടെയും ബന്ധനത്തിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഏത് നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതൊക്കെയാണ്. നമ്മുടെ ഫിലിപ്പ് പ്രസാദും അതുപോലെ തന്നെ കുറേ വ്യക്തികൾ അവരെല്ലാം നക്സലിസത്തിലേക്ക് കയറി മനുഷ്യനെ തലകർത്ത് കഴിഞ്ഞാൽ സോഷ്യലിസം വരുന്ന വിചാരിച്ചു. അവസാനം അവർ പരാജയപ്പെട്ടു, ചെന്ന് വീണത് പുട്ടപർത്തിയിലും വള്ളിക്കാവിലും ബാംഗ്ലൂരും അല്ലെങ്കിൽ പള്ളിയിലും ഒക്കെയാണ്. അപ്പോൾ എത്താൻ പറ്റാത്ത ലെവലിലേക്ക് ചാടിക്കയറി അവസാനം ചെന്ന് വീഴുന്ന വീഴ്ച വളരെ ഭയാനകമായിരിക്കും.